Hey beautiful souls, you will be here for Agam Talks. This is Anil. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാം DMസിലായാലും അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോയുടെ താഴെയുള്ള കമന്റ് സെക്ഷനിലായാലും കുറേ കമന്റുകൾ കാണുന്നുണ്ട്. അതായത് മാൽദീവ്സിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ എക്സ്പെൻസസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ റൂമിന്റെ അവസ്ഥ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ധാരാളം കമന്റുകളും മെസ്സേജുകളും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് സംസാരിക്കാമെന്ന് കരുതി. അപ്പം ഫസ്റ്റ് തിങ്, അതായത് നമ്മൾ മാൽദീവ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അക്കോമഡേഷൻ ആണ്, അല്ലെ? അപ്പോൾ റൂം റെന്റ് ചെയ്യുന്ന സമയത്ത് അപ്പൊ ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്ന കാര്യം ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന ഐലൻഡിനെ ബേസ് ചെയ്തുകൊണ്ട്, പിന്നെ മാലയിലൊക്കെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെയൊക്കെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഓരോ ഐലൻഡിൽ നിന്ന് മറ്റൊരു ഐലൻഡിലേക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഐലൻഡ് ടു ഐലൻഡ് ഈ കാര്യങ്ങളിലൊക്കെ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അത് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം ഈ വീഡിയോ കാണുക. ഫസ്റ്റ് തിങ്, നമ്മളൊരു റൂം റെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവർ അലോക്കേറ്റ് ചെയ്ത് തരാൻ വേണ്ടി പോകുന്നത് ഒരു സിംഗിൾ ബെഡ്റൂം ആയിരിക്കും. സിംഗിൾ ബെഡ്റൂമിനോടൊപ്പം ഒരു കിച്ചൺ ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ ഉണ്ടായിരിക്കും. ഇതിന്റെ കൂടെ ഓൾ ഫെസിലിറ്റീസ്, അതായത് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ ഹൗസ് ഓണേഴ്സും നമുക്ക് തരും. അപ്പം ഐലൻഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു സിംഗിൾ ബെഡ്റൂം അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു റൂമാണ് നമ്മൾ ഹയർ ചെയ്യുക. അതോടൊപ്പം ഈ ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കും. ഇനി നമ്മളൊരു മാലെ പോലുള്ള സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എക്സ്പാറ്റ്സ് ആയിട്ട് വരുന്ന ആൾക്കാർ മിക്കപ്പോഴും ചൂസ് ചെയ്യുന്നത് ഷെയറിംഗ് റൂംസ് ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാല എന്ന് പറയുന്നത് വളരെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, ഒരു ക്യാപിറ്റൽ സിറ്റി ആണല്ലോ. അതുകൊണ്ട് തന്നെ വളരെ പോപ്പുലേറ്റഡ് ആണ്. അതുപോലെ തന്നെ അവിടെ കുറച്ചുകൂടി കോസ്റ്റ്ലി ആണ് സംഭവങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ അവിടെ പോയിട്ട് ഷെയറിംഗ് റൂം അല്ലാതെ ഒരു സിംഗിൾ അപ്പാർട്ട്മെന്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ കോസ്റ്റ് ഓൾമോസ്റ്റ് നിങ്ങളുടെ ഒരു സാലറിയുടെ ഒരു ഹാഫ് ഓഫ് ദി എമൗണ്ട് യു ഷുഡ് ഔട്ട് പേ ഫോർ ദാറ്റ്. ഒരു ഇനീഷ്യൽ എമൗണ്ട് നിങ്ങൾ പേ ചെയ്യണം, ഒരു ഹാഫ് ഓഫ് ദി എമൗണ്ട് അല്ലാതെ പേ ചെയ്യേണ്ടി വരും ഒരു മന്ത്ലി റെന്റ് ആയിട്ട്. അപ്പം വളരെ കോസ്റ്റ്ലി ആണ് മാലെ സിറ്റിയിലുള്ള ഒരു സിംഗിൾ അപ്പാർട്ട്മെന്റ് ഒക്കെ ഹയർ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം മിക്കപ്പോഴും വരുന്ന സമയത്ത് എല്ലാ ആൾക്കാരും ഒരു ഷെയറിംഗ് റൂം ഒക്കെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഈ ഡബിൾ ഡെക്കർ റൂം, അതായത് ഡബിൾ ഡെക്കർ ആയിട്ടുള്ള ബെഡുകളും കാര്യങ്ങളൊക്കെ ഉള്ള റൂമുകളൊക്കെ അവൈലബിൾ ആണ്. മിക്ക എക്സ്പാറ്റ്സും ചൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഷെയറിംഗ് റൂംസ് ആയിരിക്കും. ഓക്കെ, ഇനി റെന്റിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നിങ്ങളിപ്പം എൻ്റെ ഐലൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, എൻ്റെ ഐലൻഡിൽ നമ്മളൊരു റൂം റെന്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവിടുത്തെ ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 1500 റുപ്യ മുതൽ മുകളിലേക്ക്, ഒരു 1500 റുപ്യ മുതൽ ഒരു 3000 റുപ്യ വരെയാണ് നമ്മളുടെ ഐലൻഡിലെ റൂം റെന്റ് ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത്. 1500 റുപ്യ ടു 3000. അതായത് ഓരോ സ്ഥലത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ റൂമിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. 1500 മുതൽ 3000 റുപ്യ വരെ. അപ്പൊ ഈ 3000 റുപ്യ എന്നൊക്കെ പറയുമ്പോൾ, MVR എന്നൊക്കെ പറയുമ്പോൾ എത്രയാണെന്ന് അധികം തലപോയിക്കേണ്ട. ജസ്റ്റ് അതിനോടൊരു 5 ഇൻറ്റു ചെയ്ത് നോക്കിയാൽ മതി. ആ ഒരു എമൗണ്ട് ഇന്ത്യൻ മണി ആയിരിക്കും നമ്മളുടെ ഇവിടുത്തെ ഒരു റെന്റിങ് എന്ന് പറയുന്നത്. അപ്പം ചില ഐലൻഡുകളിലൊക്കെ ഈ ഹോം റെന്റിനോട് കൂടി, അല്ലെങ്കിൽ ഈ റൂം റെന്റിനോട് കൂടിയിട്ട് നമ്മളുടെ വൈഫൈൻ്റെ ഒക്കെ ബില്ല് ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ നമ്മളുടെ ഐലൻഡിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഐലൻഡിൽ ഈ ഹോം റെന്റ് മാത്രം, അല്ലെങ്കിൽ ആ റൂം റെന്റ് മാത്രമാണ് ഈ 1500 to 3000 എന്നൊക്കെ പറയുന്നത്. ഇതിൽ ഇലക്ട്രിസിറ്റി ബില്ല്, അതുപോലെ തന്നെ വാട്ടർ ബില്ല്, അതുപോലെ നമ്മളുടെ വൈഫൈൻ്റെ ബില്ല്, ഇതൊക്കെ സെപ്പറേറ്റഡ് ആണ്, എക്സ്ക്ലൂഡഡ് ആണ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് അത് പേ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഐലൻഡിലുള്ള ഒരു കാര്യം. ഇനി നമ്മൾ മാലേ സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ 3000 റുപ്യ മുതൽ നിങ്ങൾക്ക് അവിടെ റൂം അവൈലബിൾ ആണ്. ഈ 3000 റുപ്യൻ്റെ എന്നൊക്കെ പറയുമ്പോൾ ലൈക്ക് എന്താ പറയുക, അതൊരു ഷെയറിംഗ് റൂംസ്, നേരത്തെ പറഞ്ഞ പോലെ ഷെയറിംഗ് റൂമുകളായിരിക്കും. 3000 റുപ്യ മുതൽ ഈ ഷെയറിംഗ് റൂംസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊരു സിംഗിൾ അപ്പാർട്ട്മെന്റ് ഒക്കെ എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 7000 MVR മുതൽ മുകളിലേക്കാണ് അവിടുത്തെ ഒരു സിംഗിൾ അപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ചെറിയ റൂമൊക്കെ ആയിരിക്കും. 7000 റുപ്യ ഒക്കെ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ എന്താ പറയുക, ഒറ്റയ്ക്ക് ഒരു റൂം ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ. മിക്കപ്പോഴും ഇത് കിട്ടാറില്ല, കാരണം വളരെ പോപ്പുലേറ്റഡ് ആണ് അവിടെ. ഓക്കെ, അപ്പോൾ ഇതാണ് റൂം റെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇവിടെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഫോൺ റീചാർജസ് ആണ്. ഇപ്പം ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാൽദീവ്സിൽ 2 സിമ്മുകളാണുള്ളത്. അതായത് ദിരാഹു എന്ന് പറയുന്ന സിമ്മും ഒരീദു എന്ന് പറയും. അപ്പൊ 2 ടെലികോം ഡിപ്പാർട്ട്മെന്റ്സ് ആണ്, ഒരീദു ആൻഡ് ദിരാഹു എന്ന് പറയുന്നത്. അപ്പം ഈ ഒരീദുവിലായാലും ദിരാഹുവിലായാലും നമ്മൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 300 റുപ്യ അല്ലെങ്കിൽ 300 MVR മുതൽ മുകളിലേക്കാണ് നമ്മളുടെ ഇവിടുത്തെ ഒരു റീചാർജിങ് പാക്കേജസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ 20 MVRന്റെ ഒരു എന്താ പറയുക ടോപ്പ് അപ്പ് ഒക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ
വീട്ടിന്റെ ഉള്ളിലിരിക്കുമ്പോൾ വൈഫൈ ഓക്കെ, നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇന്റർനെറ്റ് ആവശ്യമായിട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്റർനെറ്റ് പാക്കേജസ് എന്ന് പറയുന്നത് ഒരു 300 MBR മുതൽ മുകളിലേക്കാണുള്ളത്. ഒരു 300 MBR ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡെയിലി ഒരു 4 GB, അല്ലെങ്കിൽ ഒരു 350 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഒരു 400 കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5 GB, ഒരു 450 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 7 GB 6 GB ഇങ്ങനെ പറഞ്ഞിട്ട് ഡേറ്റ പാക്കേജസ് ഉണ്ട്. കാരണം ഇത് നമുക്ക് നെസസിറ്റിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീടൊക്കെ വിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കാൻ വേണ്ടി തുടങ്ങും. നമ്മളൊരു ഒരു ലോൺലിനെസ് ഒക്കെ ഫീൽ ചെയ്ത് തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഈ സോഷ്യൽ മീഡിയാസും അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാരെ വിളിക്കുന്നതും വീട്ടുകാരെ വിളിക്കുന്നതും ഒക്കെ തന്നെയായിരിക്കും നമ്മളുടെ ഒരു ലോകം എന്ന് പറയുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ ഇന്റർനെറ്റ് റീചാർജ് നമ്മൾ ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കോസ്റ്റ്ലി ആണ്. ഓക്കെ, അതാണ് ഫോൺ റീചാർജസുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോസറീസ് ആണ്. ഇപ്പൊ നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ, അപ്പൊ നിങ്ങൾ ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു സിംഗിൾ ആയിട്ട് താമസിക്കാനാണ് വരുന്നത്, ഫാമിലി ഒന്നും വരുന്നില്ല, നിങ്ങൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ ഒരു 3K, ഒരു 3000 MBR ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇവിടെ ജീവിക്കാൻ വേണ്ടി പറ്റും. ഇതും ഐലൻഡ് ടു ഐലൻഡ് ഡിഫറെന്റ് ആണ് കേട്ടോ. കാരണം ഇപ്പൊ നിങ്ങൾ മാലയിലൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന സാധനങ്ങളുടെയൊക്കെ പ്രൈസ് നമ്മുടെ ഐലൻഡിലൊക്കെ കിട്ടുന്നതിനെ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കും. കാരണം ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ചാർജസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഐലൻഡിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി കൂടും. കാരണം മാലയിൽ നിന്ന് ഏകദേശം ഒരു 200-300 കിലോമീറ്റേഴ്സ് എവയാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിന്റെ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഐലൻഡ് ടു ഐലൻഡ് ഈ പറയുന്ന ഗ്രോസറി സാധനങ്ങളുടെ വിലകളൊക്കെ കുറച്ച് കൂടുതലാണ്. എസ്പെഷ്യലി നമ്മൾ കൂടുതലായിട്ട് ഇത് ഫേസ് ചെയ്യാറുള്ളത് വെജിറ്റബിൾസിന്റെ കാര്യത്തിലാണ്. കാരണം ഇവിടെ വെജിറ്റബിൾസ് വളരെ കുറവാണ് നമുക്ക് ലഭിക്കുക. എന്ന് വെച്ച് ഒട്ടും കിട്ടാതിരിക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഒരുവിധം എല്ലാ വെജിറ്റബിൾസും നമുക്ക് കിട്ടും, പക്ഷെ കുറച്ച് കോസ്റ്റ്ലിയാണ്. കാരണം എല്ലാ ഐലൻഡ്സിലും ഇതേപോലെ ഫാമുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ഐലൻഡിൽ ഈ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമുക്ക് അവരുടെ അടുത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രൈസിന് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് വാങ്ങുന്ന സമയത്ത് കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ സെക്ഷൻ കുറച്ച് കോസ്റ്റ്ലി ആണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു മീറ്റ്, അതല്ലെങ്കിൽ ഒരു ചിക്കൻ ഒക്കെ വാങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു ബീഫ് അല്ലെങ്കിൽ മീറ്റ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ അതും ഇവിടെ ഫ്രോസൺ ആയിട്ടുള്ള ഇത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാനുഫാക്ചറിങ് വളരെ കുറവാണ്. കാരണം കൂടുതലും നമുക്ക് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ കിട്ടുന്നത്, മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ വില എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എസ്പെഷ്യലി നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു തുടക്കകാലത്താണെങ്കിൽ നമ്മൾ ഈ സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഇതിന്റെ പ്രൈസ് ഒക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എല്ലാവരും, ഇപ്പം ഞാൻ പോലും ചെയ്തിട്ടുണ്ട്, നമ്മളിങ്ങനെ ഇന്ത്യൻ മണിയുമായിട്ടൊന്ന് കമ്പാരിസൺ നടത്തും. 20 MBR എന്ന് പറയുമ്പോഴത്തേനും 20 × 5 100, 100 രൂപയോ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ചിന്തിക്കും. ആക്ച്വലി അത് നല്ല കാര്യമൊന്നുമല്ല. നമ്മൾ ഇവിടെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുത്തെ ആ ഒരു പൈസ മാത്രം നോക്കി ആ ഒരു സാധനങ്ങൾ വാങ്ങുക എന്നുള്ളതാണ്. അത് പക്ഷെ തുടക്കത്തിൽ നമ്മൾ വരുന്ന സമയത്ത് ഒബ്വിയസ്ലി എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം ആ ഒരു എന്താ പറയുക, കുറച്ച് കോസ്റ്റ്ലി ആണ്. എസ്പെഷ്യലി ഈ വെജിറ്റബിൾസ് എന്ന് പറയുന്ന സാധനം, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊക്കെ വളരെ കോസ്റ്റ്ലി ആണ് ഇവിടെ. ഇപ്പം നിങ്ങളൊരു പാത്രം വാങ്ങാനൊക്കെ പോയി കഴിഞ്ഞാൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഒരു 3000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുക അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു മന്ത് ജീവിക്കാൻ വേണ്ടി പറ്റും. ഇനി സിംഗിൾ ആയിട്ടല്ല, നിങ്ങളൊരു ഫാമിലിയോട് കൂടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ഒരു 4000 മുതൽ 5000 MBR ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഫാമിലി ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ അടിപൊളിയായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റും. ഒരു 4000 to 5000 MBR ഒക്കെ നമുക്ക് അതിന് ആവശ്യമായിട്ട് വരും. അത് നമ്മൾ, അതായത് ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈലിനനുസരിച്ചിട്ടാണ് ഇതിന്റെ ഒരു പ്രൈസിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് വളരെ ചീപ്പായിട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു എന്താ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കിട്ടുന്ന ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഷാണ്. നിങ്ങൾക്ക് അറിയാലോ, മാൽദീവ്സിലുള്ള മിക്ക ആൾക്കാരുടെയും ജീവിത മാർഗ്ഗം എന്ന് പറയുന്നത് ഫിഷിംഗ് ഒക്കെ തന്നെയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇപ്പം ഞാൻ എൻ്റെ പല ഷോട്ട്സിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഫാമിലി ആയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നതും അങ്ങനെ പോയിട്ട് അവർ തിരിച്ചു വരുന്ന സമയത്തൊക്കെ നമുക്കൊക്കെ മീനൊക്കെ തരാറുണ്ട്. ഇപ്പൊ നിങ്ങൾ കടയിൽ പോയിട്ട് മീൻ വാങ്ങുകയാണെങ്കിൽ മീനിന്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫിഷിന്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറവാണ്. അപ്പം നമുക്ക് ഈ ഫിഷ് ഒക്കെ വളരെ ചീപ്പായിട്ട്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ലൈക്ക് എന്താ പറയുക കുറച്ച് കൂടുതലാണ് എന്ന് മാത്രം. ഓക്കെ, അപ്പം ഈ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഔട്ടിംഗ് ഒക്കെ പോകും. ഇപ്പൊ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ മലയിൽ വന്നു കഴിഞ്ഞാലും, അല്ലെങ്കിൽ നമ്മളൊരു ഐലൻഡിൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ച് ദിവസമൊക്കെ നമ്മൾ ഈ ഐലൻഡിലൊക്കെ ജീവിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു ട്രിപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ തോന്നിയേക്കാം, ചിലപ്പോൾ അടുത്തുള്ള ഐലൻഡ് വരെ പോകാനൊക്കെ തോന്നിയേക്കാം. അപ്പൊ ഔട്ടിംഗ് ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫെറി ഉണ്ടാവും, ബസ്, വലിയ ഐലൻഡ് ഒക്കെ ആണെങ്കിൽ അവിടെ ബസ്സുകളും അതുപോലെ ടാക്സികളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾ ഇനി ചെറിയ ഐലൻഡിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഫെറി ഉപയോഗിക്കേണ്ടി വരും, അതല്ലെങ്കിൽ സ്പീഡ് ബോട്ട്സ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസിനനുസരിച്ച് മാറി. ഇപ്പം സ്പീഡ് ബോട്ടൊക്കെ ഇപ്പം ഞങ്ങൾ പലപ്പോഴും ട്രിപ്പ് പോകുന്ന സമയത്ത് ഇവിടെ നിന്നൊരു എന്താ പറയുക ഒരു 5-6 കിലോമീറ്റർ ദൂരമൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു 700 രൂപ ഒക്കെയാണ് നമ്മളുടെ ചാർജസ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരാറുള്ളത്. ഒരു 2-3 കിലോമീറ്റർ ഒക്കെയാണ് 150 രൂപ, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം സ്പീഡ് ബോട്ടൊക്കെ നമ്മൾ ഹയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ഒരു കോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഔട്ടിംഗ് ഒക്കെ പോകുന്ന സമയത്ത് അതിൻ്റെതായ ഒരു കോസ്റ്റ് വരും.
പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡൈനിങ് ഔട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടാണ് ഫുഡ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ഐലൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തിങ് ഫ്രൈഡ് റൈസ് കിട്ടും. അത് പിന്നെ ലൈക്ക് ഫിഷിൻ്റെ ഫ്രൈഡ് റൈസ് ഉണ്ടാവും, ട്യൂണ ഫിഷിൻ്റെ, അതുപോലെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാവും, ബീഫ് ഫ്രൈഡ് റൈസ് ഉണ്ടാവും, ഇങ്ങനെ എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാവും, ഇത്രയും ഫ്രൈഡ് റൈസസ് ഉണ്ടാവും, പിന്നെ നൂഡിൽസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ഫുഡ് ആയിരിക്കും നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടുക. പിന്നെ ഈവനിങ്ങിലൊക്കെ ടീ പ്ലസ് സ്നാക്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പം നിങ്ങളപ്പം ഒരു ഭക്ഷണം എന്നുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെയാണ് ഇവിടെ കിട്ടുക. അതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 55 MVR മുതൽ 65 MVR 75 MVR അങ്ങനെ ഓരോ ഐലൻഡിനനുസരിച്ചിട്ട് അതിൽ ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഡൈനിങ് ഔട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോസ്റ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ നിങ്ങൾ ഒരു കട്ടൻ ചായ ഒക്കെ കുടിക്കാനാണ് പോകുന്നതെങ്കിൽ ഒരു 5 MVR ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കട്ടൻ ചായ കുടിക്കാം. ഒരു 15 MVR ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക മിൽക്ക് കോഫി ഒക്കെ കുടിക്കാം. അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കാൻ എന്താ പറയുക അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പൈസ ആയിരിക്കും ഇതിന് വരിക. ഓക്കെ. ആൻഡ് ഫൈനലി ഇവിടേക്ക് വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 തരത്തിലുള്ള വെള്ളമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന്, നിങ്ങളൊരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് കിണർ വെള്ളം ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ റെയിൻ വാട്ടർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ കിണർ വെള്ളം എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ ഐലൻഡിലൊക്കെ താമസിക്കുന്ന സമയത്ത് അറിയാലോ, കിണർ വെള്ളം എന്ന് പറയുന്നത് കുറച്ച് ആ ഒരു മിനറൽസ് ഒക്കെ, ആ സോൾട്ട് മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതായിരിക്കും ഇവിടുത്തെ കിണർ വെള്ളം എന്ന് പറയുന്നത്. കാരണം ഐലൻഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. രണ്ടാമത്തത് ഈ പറയുന്ന പോലെ റെയിൻ വാട്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ അത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. കാരണം ശുദ്ധജലത്തിന് വേണ്ടി സ്റ്റോർ ചെയ്യപ്പെടുന്നതാണ്. അപ്പം മിക്ക വീടുകളിലും ഈ പറയുന്ന റെയിൻ വാട്ടർ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും. മിക്കപ്പോഴും നമ്മളുടെ കുക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ റെയിൻ വാട്ടർ ഫെസിലിറ്റിയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ എൻ്റെയൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെയൊക്കെ റൂമിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളം അധികം കുടിക്കാറില്ല. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അത് കുടിക്കാറുണ്ട്. അത് എന്താ പറയുക തിളപ്പിച്ചിട്ടൊക്കെ കുടിക്കുന്ന ആൾക്കാരുണ്ട്. അതൊരു പ്രശ്നമല്ല. പക്ഷേ മിക്ക ഐലൻഡ്സിലും ഇവർ ഇതേപോലെ തന്നെ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വാട്ടർ കേസസ് വാങ്ങുകയാണ്. അതായത് മിനറൽ വാട്ടറിന്റെ കേസസ് വാങ്ങുകയാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. അത് എന്താ പറയുക മറ്റേത് ഗുണമില്ലാത്തത് കൊണ്ടല്ല, ഒരു റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് അതിപ്പോൾ തിളപ്പിച്ചൊക്കെ കുടിക്കാനാണെങ്കിൽ ഓക്കെയാണ് കേട്ടോ, അങ്ങനെ ഒരു തെറ്റായിട്ട് പറയല്ല. തിളപ്പിച്ചൊക്കെ നമുക്ക് കുടിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മളൊക്കെ എന്താ മിനറൽ വാട്ടർ കേസസ് ആണ് വാങ്ങുന്നത്. ഇപ്പൊ നമ്മുടെ ഐലൻഡിൽ ഒരു എന്താ പറയുക മിനറൽ വാട്ടർ കേസിന് ഏകദേശം 12 എണ്ണത്തിന്റെ ഒരു കേസിന് ഏകദേശം 68 റുപ്യ മുതൽ മുകളിലേക്കാണ്. 68 മുതൽ ഒരു 72 റുപ്യ വരെയാണ് ഒരു കേസിന്റെ വില എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഇപ്പോൾ ഒരു മന്ത്ലിലേക്കൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഒരു 6 കേസസ് അല്ലെങ്കിൽ ഒരു 7 കേസസ് ഒക്കെ നമ്മൾ വാങ്ങേണ്ടതായിട്ട് വരും. പക്ഷെ കുക്കിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന പോലെ തന്നെ റെയിൻ വാട്ടർ ആണ്. പിന്നെ ഈ കുളിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുക ഈ പറയുന്ന കിണറിൽ നിന്നുള്ള ആ ഒരു വെള്ളമായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതാണ് ഒരു ബേസിക്കലി മാൽദീവ്സിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഒരു എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് സാധനങ്ങളുടെയൊക്കെ പ്രൈസ് ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ സാധനങ്ങളുടെയൊക്കെ വില അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ അവസാനം കൊടുക്കാം, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ദിസ് ഈസ് അനിൽ വി സൈനിങ് ഓഫ്. ബൈ ബൈ.